നമ്മളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ഇപ്പോൾ സമയം 6 മണി. നമ്മൾ നിൽക്കുന്നത് എയർപോർട്ടിൻ്റെ അകത്താണ്. ഇത് ഡബ്ലിൻ എയർപോർട്ടാണ്. അപ്പം നമ്മൾ ഇവിടാണ് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? ഇവിടെ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ അതിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി അകത്ത് കയറിയതാണ്. നമ്മൾ ടെർമിനൽ 1ൻ്റെ അവിടെ ആണ് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചായക്കടയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് എയർപോർട്ടിനകത്ത് കയറാം. ആകെ സെക്യൂരിറ്റി പോയിൻ്റ് തൊട്ടാണ് നമുക്കൊരു റെസ്ട്രിക്ഷൻ വരുന്നത്. അതിന് മുന്നേ ഉള്ള പോയിന്റിലെല്ലാം നമുക്ക് പോകാം, വായി നോക്കി നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ മിക്കവരും ഈ ഒരു ടൈമിൽ കോഫിക്കൊക്കെ വേണ്ടി വരാറുള്ളതാണ് എയർപോർട്ട്. കാരണം എന്ന് വെച്ചാൽ ഇയർലി മോർണിംഗ് 6 o'clock ഇവിടെ ഷോപ്സ് ഒന്നും അങ്ങനെ തുറക്കത്തില്ല. കുറച്ച് ഷോപ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ ജോലിക്കൊക്കെ പോകുന്നവരും ഒക്കെ ബസ്സിൽ വരുന്നവരൊക്കെ ഇവിടെ കയറാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റ് എടുത്തത്. ഞങ്ങളങ്ങനെ 2 ഹോട്ട് ചോക്ലേറ്റ് എടുത്തു. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടി എന്തെങ്കിലും ഇവിടുന്ന് എടുക്കുന്നുണ്ടത്. കാരണം ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും കുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറേ സാലഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ചിക്കനും അങ്ങനത്തെ കുറച്ച് ഒരു സാൻഡ്വിച്ച് ഫില്ലിംഗ് ഒക്കെയാണ് എടുത്തേക്കുന്നത്. കണ്ട ഫുഡൊക്കെ മേടിച്ച് ഞങ്ങളിത് അടുത്ത ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്കായിരുന്നു ഞങ്ങൾ വന്നിരുന്നത്. ഞങ്ങൾ ചുമ്മാ ഒന്ന് ഒരു ഔട്ടിങ്ങിനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്നായിരുന്നു ബസ്. ആ സ്ഥലത്തൊക്കെ എത്തി ഞങ്ങൾ കറങ്ങാനൊക്കെ പോയി. ഇത് അയർലൻഡിലെ വാട്ടർഫോർഡ് എന്ന ഒരു കൗണ്ടിയാണ്. അപ്പം ഇവിടെ ഭയങ്കര ഭംഗിയാണ്. അതായത് കുറേ വാട്ടർ ബോഡീസും അങ്ങനത്തെ കുറേ പഴയ ബിൽഡിങ്സൊക്കെ ഉണ്ട്. ഇതൊരു മ്യൂസിയമായിരുന്നു. ഇങ്ങനെ റൗണ്ട് സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം എനിക്കൊരു ചെറിയ ഹൈറ്റിനോടൊരു ചെറിയൊരു പേടിയുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പോയിൻ്റ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു ആവേശത്തിന് കയറിയെങ്കിലും പിന്നീട് എനിക്ക് നല്ല പേടിയായിരുന്നു. അങ്ങനെ പേടിച്ചൊക്കെ എങ്ങനെയെങ്കിലും അത് മ്യൂസിയം കണ്ടു ഞങ്ങൾ. പിന്നെ പണ്ട് തൊട്ടേ മ്യൂസിയത്തിൽ കയറി ഈ സാധനങ്ങളൊക്കെ കാണുന്നില്ലതാ. ഇതിൻ്റെ താഴെയുള്ള സാധനങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല. അത് വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ചുമ്മാ ഒരു രസം. എന്തൊക്കെയോ കല്ലും മണ്ണും ഒക്കെ പറക്കി വെക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതൊന്നും വായിക്കാനും പോയില്ല. പിന്നെ ഇത് പഴയ ഇവരുടെ എന്തോ ഒരു ആ ഒരു സിറ്റിയുടെ സ്ട്രക്ചറാണ് കാണിച്ചേക്കുന്നത്. ഈ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. നമ്മുടെ ഒരു കൊല്ലം ബീച്ചൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ കുറേ അസ്ഥികൂടങ്ങളും എൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഓർമ്മ പുതുക്കാനായിരിക്കാം. അതിനുശേഷം ഇവർ കുറേ കൂര വീടുകളും ഒക്കെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു, സംഭവം കൊള്ളായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്